പ്രതിരോധകങ്ങൾ അഥവാ റെസിസ്റ്റേഴ്സ് ഒരു ചാലകത്തിലൂടെ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള കഴിവാണ് ഇവയ്ക്ക് ഉള്ളത്. സർക്യൂട്ടുകളിൽ പ്രതിരോധകങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ ഘടിപ്പിക്കാവുന്നതാണ്. ഒന്ന് ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ. രണ്ട് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. ശ്രേണി രീതി അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ശ്രേണിയായി പോകുന്നു, ചെയിനായി നീങ്ങുന്നവയാണ്. അപ്പോൾ ഓരോ റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്യുന്നത് 1 by 1 ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇത്തരം കണക്ഷനുകളാണ് ശ്രേണി രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ദ വർക്കിംഗ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വി മസ്റ്റ് റെഗുലേറ്റ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഫോർ ഡൂയിങ് ദാറ്റ് വി ഇൻക്ലൂഡ് റെസിസ്റ്റേഴ്സ് ഇൻ ദ സർക്യൂട്ട്. The value of resistance is measured using color code. How the voltage and current changes when resistors are arranged in different ways in circuit. അപ്പോൾ ഇത്തരം സർക്യൂട്ടുകളിൽ പ്രതിരോധകങ്ങൾ ഘടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് വോൾട്ടേജിനെയും കറണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത്? എല്ലാവരും ശ്രേണി രീതിയുടെ ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കുക. രണ്ട് പ്രതിരോധകങ്ങൾ R1 ആൻഡ് R2 ഇവ കണക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഇത്. സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്ന രീതിയെയാണ് ശ്രേണി രീതി എന്ന് നാം വിളിക്കുന്നത്. സീരീസ് കണക്ഷൻ. When a circuit is completed by connecting the resistors one after the other, it is called series connection. സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. ചിത്രം നിരീക്ഷിക്കുക. R1 R2 എന്നീ രണ്ട് പ്രതിരോധകങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നു. R1 R2 എന്നിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് A എന്ന ബിന്ദുവിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് പ്രതിരോധകങ്ങളുടെയും എൻഡിങ് പോയിൻ്റ് B എന്ന മറ്റൊരു ബിന്ദുവിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പ്രതിരോധകങ്ങൾക്ക് ആകെ ഒരൊറ്റ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരൊറ്റ എൻഡിങ് പോയിൻ്റ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ സമാന്തര രീതിയിൽ പ്രതിരോധകങ്ങളുടെ സമാന അഗ്രങ്ങൾ പൊതുവായി ഓരോ ബിന്ദുക്കളിൽ ബന്ധിപ്പിക്കുന്നു. ഇത്തരം രീതികളാണ് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇൻ പാരലൽ മെത്തേഡ് ദ എൻഡ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കോമൺലി കണക്റ്റഡ് ടുഗദർ അറ്റ് പോയിൻറ്റ്സ് എ ആൻഡ് ബി. ഓരോ വൈദ്യുത ഉപകരണങ്ങൾക്കും ആവശ്യമായ കറണ്ടിനെയും വോൾട്ടേജിനെയും ക്രമീകരിക്കുവാനുള്ള കഴിവാണല്ലോ റെസിസ്റ്റേഴ്സിനുള്ളത്. ഇത്തരം പ്രതിരോധകങ്ങളാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് സർക്യൂട്ടുകളിൽ കണക്ട് ചെയ്യാനും സാധിക്കും. ഒന്ന് സീരീസ്, രണ്ട് പാരലൽ. ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും വോൾട്ടേജും കറണ്ടും എങ്ങനെയാണ് ഇവ കണക്ട് ചെയ്യുമ്പോൾ വ്യത്യാസപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡ്യൂറിങ് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഹൗ കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആർ ചേഞ്ചിങ്. എല്ലാവരും സർക്യൂട്ട് നിരീക്ഷിക്കുക. 9 വോൾട്ട് സെല്ല് ഒരു ബൾബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സെല്ലിലൂടെ ഉണ്ടാകുന്ന വൈദ്യുതി പോസിറ്റീവ് പൊളാരിറ്റിയിൽ നിന്ന് ബൾബിലൂടെ പ്രവഹിച്ച് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്ക് എത്തുന്നു. ബൾബ് പ്രകാശിക്കുന്നു. ഒരു സെല്ല് മാത്രമാണ് കണക്ട് ചെയ്തതിനാൽ ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറവായിരിക്കും. ദാറ്റ് ഈസ് എ സെൽ ഓഫ് 9 വോൾട്ട് ഈസ് കണക്റ്റഡ് ടു എ ബൾബ്. ദ ബൾബ് ഈസ് ഗ്ലോവിംഗ് വിത്ത് ലെസ് ബ്രൈറ്റ്നസ്. ഇതേ സർക്യൂട്ടിൽ ഒരു സെല്ല് കൂടെ കൂട്ടിച്ചേർത്തപ്പോഴോ? യെസ്, ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടി. എന്തുകൊണ്ടാണ് ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടിയത്? രണ്ട് സെല്ല് കണക്ട് ചെയ്യുമ്പോൾ ബൾബിൻ്റെ പ്രകാശം കൂടാൻ കാരണം വോൾട്ടേജും കറണ്ടും കൂടിയത് കൊണ്ടാണ്. വൺ മോർ സെൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട്. വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് ഇൻക്രീസ്ഡ്. സോ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് ഈസ് ആൾസോ ഇൻക്രീസ്ഡ്. ഇനി ഇതേ സർക്യൂട്ടിൽ ബൾബ് മാറ്റി ആ ഭാഗത്ത് ഒരു 5 ഓം പ്രതിരോധകം കണക്ട് ചെയ്യുക. കറണ്ട് അളക്കുവാനുള്ള അമ്മീറ്ററും സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുക. സർക്യൂട്ട് നിരീക്ഷിക്കുക. ബാറ്ററി, 5 ഓം പ്രതിരോധകം, അമ്മീറ്റർ. ഈ സർക്യൂട്ടിലൂടെ ഇപ്പോൾ വൈദ്യുതി കടന്നു പോവുകയാണെങ്കിൽ സർക്യൂട്ടിലൂടെ ഉണ്ടാകുന്ന കറണ്ട് അമ്മീറ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണം, സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് 1.8 ആംപിയർ ആണ്. 1.8 ആംപിയർ ആണെന്ന് നമുക്ക് ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം. റീപ്ലേസ് ദ ബൾബ് by a 5 ohm resistor. An ammeter is also included in the circuit to measure the current.
അമ്മീറ്റർ ഷോയിങ് 1.8 ആംപിയർ കറണ്ട്. ഇപ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? 5 ഓമിൻ്റെ പ്രതിരോധകം കണക്ട് ചെയ്തപ്പോൾ സർക്യൂട്ടിലൂടെ ഉണ്ടായ കറണ്ട് 1.8 ആംപിയർ ആയിരുന്നു. ഇവിടെ 10 ഓമിൻ്റെ റെസിസ്റ്ററും കൂടെ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ സർക്യൂട്ടിലൂടെ കാണിക്കുന്ന കറണ്ട് 0.6 ആംപിയർ ആയി മാറി. എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലൂടെ ഉള്ള കറണ്ട് കുറഞ്ഞു എന്നർത്ഥം. അടുത്തതായി 5 ഓം പ്രതിരോധകത്തോട് ചേർന്ന് 10 ഓമിൻ്റെ മറ്റൊരു പ്രതിരോധകവും കൂടെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിച്ച് നോക്കിയാലോ? അനദർ റെസിസ്റ്റർ ഓഫ് 10 ഓം ഈസ് കണക്റ്റഡ് സീരീസ് ടു ദ 5 ഓം റെസിസ്റ്റർ. വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ? The meter showing the current is less, that is 0.6 ampere. Current is decreased when another resistor is added in the circuit in series connection. അതുപോലെ 30 ഓമിൻ്റെ മറ്റൊരു പ്രതിരോധകം കൂടെ സീരീസായി നമ്മൾ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തപ്പോഴോ? ശ്രദ്ധിക്കുക, 5 ഓമിൻ്റേത് കണക്ട് ചെയ്തപ്പോൾ 1.8 ആംപിയർ ആയിരുന്നു. 10 ഓമും കൂടെ ആഡ് ചെയ്തപ്പോൾ കറണ്ട് 0.6 ആംപിയർ ആയി മാറി. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കുറഞ്ഞു. ദെൻ 30 ഓമും കൂടെ കണക്ട് ചെയ്തപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് വീണ്ടും കുറഞ്ഞു. അമ്മീറ്റർ റീഡിംഗ് 0.2 ആംപിയർ ആയി മാറി. ശ്രദ്ധിക്കുക, ഇവിടെ സർക്യൂട്ടിലെ 5 ഓം പ്രതിരോധകത്തിൻ്റെ കറണ്ട് കാണിക്കുന്ന അമ്മീറ്റർ റീഡിങ്ങും 10 ഓം പ്രതിരോധകത്തിൻ്റെ കറണ്ട് കാണിക്കുന്ന അമ്മീറ്ററിലെ റീഡിങ്ങും 30 ഓം പ്രതിരോധകത്തിൻ്റെ അമ്മീറ്ററിൽ കാണിക്കുന്ന റീഡിങ്ങും ഇപ്പോൾ നിരീക്ഷിച്ചാൽ 3 അമ്മീറ്ററിലെയും കറണ്ട് കാണിക്കുന്ന റീഡിങ് സെയിം ആയിരിക്കും, എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. അപ്പോൾ ഈ സീരീസ് കണക്ഷനിൽ 3 പ്രതിരോധകങ്ങളുടെയും റേഞ്ച് വ്യത്യാസമാണ്, 5 ഓം, 10 ഓം, 30 ഓം. എന്നാൽ ഈ 3 റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമാണ് എന്നാണ് നമുക്ക് ഈ ഒരു സീരീസ് കണക്ഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്യൂട്ടിലെ കറണ്ട് കണക്കാക്കാൻ വേണ്ടി നാം അമ്മീറ്റർ ഘടിപ്പിച്ചുവല്ലോ. ഇത്തരം അമ്മീറ്റർ പ്രതിരോധകങ്ങൾ എങ്ങനെയാണോ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ശ്രേണി രീതിയിൽ, അതേ രീതിയിൽ തന്നെ വേണം അമ്മീറ്ററും കണക്റ്റ് ചെയ്യാൻ. ഇവിടെ പ്രതിരോധകങ്ങൾ കണക്റ്റ് ചെയ്യുമ്പോൾ കറണ്ടിൽ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജിലും മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ. വോൾട്ടേജ് കണക്കാക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഏത് ഉപകരണത്തിൻ്റെ വോൾട്ടേജാണോ നമുക്ക് കാണേണ്ടത്, ആ ഉപകരണത്തിന് അക്രോസായിട്ട് കുറുകയായിട്ട് വേണം നമുക്ക് വോൾട്ട് മീറ്റർ കണക്റ്റ് ചെയ്യുവാൻ. 5 ഓം പ്രതിരോധകത്തിലൂടെ ഉണ്ടാകുന്ന വോൾട്ട് മീറ്റർ കണക്റ്റ് ചെയ്യാൻ ആ പ്രതിരോധകത്തിന് അക്രോസായിട്ട് വേണം നമ്മൾക്ക് വോൾട്ട് മീറ്റർ കണക്റ്റ് ചെയ്യുവാൻ. അതുപോലെ തന്നെ 10 ഓമിൻ്റേത്, അതുപോലെ തന്നെ 30 ഓമിൻ്റേത്. ഇവിടെ വോൾട്ട് മീറ്റർ റീഡിംഗ് നിരീക്ഷിച്ചാൽ 5 ഓമിലൂടെ ഉണ്ടാകുന്ന വോൾട്ടേജും 10 ഓമിലൂടെ ഉണ്ടാകുന്ന വോൾട്ടേജും 30 ഓമിൻ്റെ വോൾട്ടേജും ഡിഫറൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വ്യത്യസ്തമായ വോൾട്ടതകളായിരിക്കും ഈ ശ്രേണി രീതിയിൽ ഈ 3 പ്രതിരോധകങ്ങൾക്ക് അക്രോസായിട്ട് ഉണ്ടാവുക എന്നും നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഇവിടെ പ്രതിരോധകത്തിൻ്റെ റേഞ്ച് ഏറ്റവും കൂടുതൽ ഏതിനാണോ അതിലൂടെയുള്ള വോൾട്ടതയായിരിക്കും കൂടുതൽ കാണിക്കുന്നത്. അതായത് 30 ഓം പ്രതിരോധകത്തിലൂടെയുള്ള വോൾട്ടത ഇവിടെ കൂടുകയും 5 ഓമിലൂടെയുള്ള വോൾട്ടത ഇവിടെ കുറവും ആയിരിക്കും എന്നർത്ഥം. Once more listen the main points of series connection. Same current is flowing through all the resistors. Second, voltages are different for different resistors. Voltage is high for high resistance and low for low resistance. Finally, voltage is divided in the series connection. ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം എങ്ങനെ കണ്ടെത്താം? സർക്യൂട്ട് നിരീക്ഷിക്കുക. സർക്യൂട്ടിലെ സഫല പ്രതിരോധം R-ഉം കറണ്ട് I-യും ആണെങ്കിൽ R1ലെ പൊട്ടൻഷ്യൽ വ്യത്യാസം V1 സമം IR1 എന്നെഴുതാം. R2 പൊട്ടൻഷ്യൽ വ്യത്യാസം V2 സമം IR2. R3യിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം V3 സമം IR3 എന്നും എഴുതാം. അതായത് സഫല വോൾട്ടത, ടോട്ടൽ വോൾട്ടേജ് ഇൻ സീരീസ് സർക്യൂട്ട് V is equal to I into R.
നമ്മൾ സർക്യൂട്ടിന് നൽകിയ വോൾട്ടേജ് ഇവിടെ 3 പ്രതിരോധകങ്ങൾക്കും അക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നു എന്ന് കാണാം. സോ 3 പ്രതിരോധകങ്ങൾക്കും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകളുടെ തുകയായിരിക്കും സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ്. അതുകൊണ്ട് V സമം V1 പ്ലസ് V2 പ്ലസ് V3 എന്നെഴുതാം. ഇതിൽ V1 എന്താണ്, V2 എന്താണ്, V3 എന്താണ് എന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് മനസ്സിലായി. എങ്കിൽ സഫല വോൾട്ടേജ് കാണാനുള്ള സമവാക്യത്തിലേക്ക് ഈ ഡാറ്റകൾ അപ്ലൈ ചെയ്യാം. V സമം IR ആയതിനാൽ IR സമം V1 എന്ന് പറയുന്നത് IR1 പ്ലസ് V2ൻ്റെ ഭാഗത്ത് IR2 എന്നെഴുതാം. സോ V3യുടെ ഭാഗത്ത് IR3. ഇനി IR സമം റൈറ്റ് സൈഡിലെ സമവാക്യത്തിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് I ആയതുകൊണ്ട് അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ I പുറത്തേക്ക് എടുത്തതിന് ശേഷം പിന്നെ ബ്രാക്കറ്റിൽ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതാം. രണ്ട് ഭാഗങ്ങളിലും I നമുക്ക് ക്യാൻസലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഫൈനലി R is equal to R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് നമുക്ക് ലഭിക്കും. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ശ്രേണി രീതിയിലെ സഫല പ്രതിരോധം എന്ന് പറയുന്നത് ആ 3 പ്രതിരോധകങ്ങളും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ശ്രേണി രീതിയിലെ സഫല പ്രതിരോധം കൂടുകയാണ് എന്നർത്ഥം. ഇൻ സീരീസ് കണക്ഷൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസിങ്. എല്ലാവരും ഈ ഒരു ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ സീരീസ് കണക്ഷനിൽ 3 ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. ശ്രേണി രീതിയിൽ 3 ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. 3 ബൾബുകളുടെയും പവർ 40 വാട്ടിൻ്റേതാണ്. 340 watt bulbs are connected in series. What is the observation? ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബുകൾ കുറഞ്ഞ പ്രകാശത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാം നേരത്തെ പഠിച്ചുവല്ലോ, ശ്രേണി രീതിയിൽ ഒരു പ്രതിരോധകം കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് കൂടുതൽ കാണിച്ചിരുന്നു. രണ്ടാമത്തെ പ്രതിരോധകം കണക്ട് ചെയ്തപ്പോൾ കറണ്ടിൻ്റെ അളവ്, സർക്യൂട്ടിലെ കറണ്ട് കുറഞ്ഞു. മൂന്നാമത്തെ പ്രതിരോധകം കണക്ട് ചെയ്തപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് വീണ്ടും കുറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പ്രതിരോധകങ്ങൾക്ക് പകരം ബൾബാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബൾബ് രണ്ടാമത്തെ ബൾബ് ആകുമ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കുറഞ്ഞിട്ടുണ്ടാവണം. മൂന്നാമത്തെ ബൾബ് ആകുമ്പോഴും സർക്യൂട്ടിലെ കറണ്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കണം. സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 ബൾബുകൾ കണക്ട് ചെയ്തപ്പോൾ സർക്യൂട്ടിലെ കറണ്ട് കുറയാൻ കാരണം എന്ന് പറയുന്നത് 3 ബൾബുകളുടെയും പ്രതിരോധകങ്ങൾ കൂടി വരുന്നത് കൊണ്ടാണ്. So in series connection the total resistance is increasing, that is why the amount of current is decreasing. അതുകൊണ്ടാണ് ബൾബുകളുടെ പ്രകാശ തീവ്രത ഇവിടെ കുറയാൻ കാരണം. Bulbs are glowing with less brightness and all bulbs are glowing with same intensity. ഇവിടെ 3 ബൾബുകളും പ്രകാശിക്കുന്നത് ഒരേ തീവ്രതയിലാണെന്നും നമുക്ക് കാണാവുന്നതാണ്. 3 ബൾബുകൾക്കും കിട്ടുന്ന കറണ്ടിൻ്റെ അളവ് ഇവിടെ തുല്യമാണ് എന്നർത്ഥം. ഇനി സർക്യൂട്ടിലെ 40 വാട്ടിൻ്റെ 3 ബൾബുകൾക്ക് പകരം 2 ബൾബുകൾ മാറ്റി 40 വാട്ടിൻ്റെ ഒരു ബൾബ് മാത്രം കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിച്ചാലോ? ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടിയതായിട്ട് കാണാം. എന്താ കാരണം? 3 ബൾബുകൾ സീരീസായി കണക്ട് ചെയ്ത സമയത്ത് സഫല പ്രതിരോധം കൂടുകയും കറണ്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. 2 ബൾബുകൾ ഒഴിവാക്കിയപ്പോൾ സർക്യൂട്ടിലെ പ്രതിരോധത്തിൻ്റെ അളവ് കുറവ് വരികയും അതിലൂടെ ഒഴുകിയ കറണ്ടിൻ്റെ അളവ് കൂടുകയും ചെയ്തു. തത്ഫലമായി ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടിയതായി നമുക്ക് കാണാൻ കഴിയും. The bulb is glowing with more intensity when 140 watt bulb alone is connected in the circuit. ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് ശ്രേണി രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബൾബുകൾ ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നു, കറണ്ട് കുറയുന്നു, ബൾബുകളുടെ പ്രകാശ തീവ്രത കുറയുന്നു. When bulbs are connected in series, the effective resistance in the circuit is increased, current is decreased, and intensity of bulb is also decreased. ഇതുവരെ ഉള്ള പ്രവർത്തനത്തിൽ 40 വാട്ടിൻ്റെ 3 ബൾബുകൾ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തതിനെ കുറിച്ചായിരുന്നു. ചിത്രം വീണ്ടും നിരീക്ഷിക്കുക. ഇവിടെ വ്യത്യസ്ത പവറിലുള്ള 3 ബൾബുകളാണ് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. 40 വാട്ടിൻ്റെ 60 വാട്ട് ആൻഡ് 100
വാട്ട്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ബൾബ്സ് ഓഫ് ഡിഫറെൻറ്റ് പവേഴ്സ്. 40 വാട്ട്, 60 വാട്ട്, 100 വാട്ട് ബൾബ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇവിടെ 3 ബൾബുകളുടെയും പ്രകാശ തീവ്രതയിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇവിടെ പവർ കുറഞ്ഞ, അതായത് 40 വാട്ടിൻ്റെ ബൾബിൻ്റെ ആയിരിക്കും പ്രകാശ തീവ്രത ഏറ്റവും കൂടുതൽ. അതുപോലെ പവർ കൂടിയ 100 വാട്ടിൻ്റെ ബൾബിൻ്റെ പ്രകാശ തീവ്രതയാണ് ഇവിടെ ഏറ്റവും കുറവ് എന്നും നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. All bulbs are glowing with different intensities. 40 watt bulb is glowing with more intensity. 60 watt bulb is glowing with less intensity. 100 watt bulb is glowing with least intensity. ഇവിടെ ബൾബുകൾ വ്യത്യസ്ത തീവ്രതയിൽ പ്രകാശിക്കാൻ കാരണമെന്താണ്? ഇവിടെ വ്യത്യസ്ത പവറിലുള്ള 3 ബൾബുകളാണ് ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശ്രേണി രീതിയിലായതുകൊണ്ട് തന്നെ നമുക്കറിയാം 3 ബൾബുകളിലൂടെയും ഒഴുകുന്ന കറണ്ട് തുല്യമാണ്. അപ്പോൾ കറണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണ് കൂടുതൽ പ്രകാശിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് V = IR എന്ന സമവാക്യത്തിൽ നിന്ന് ഏത് ബൾബിലൂടെയാണോ പ്രതിരോധം കൂടുതൽ അതിലൂടെയുള്ള വോൾട്ടേജ് കൂടുകയും ആ ബൾബ് നല്ലവണ്ണം പ്രകാശിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കാം. ഇവിടെ പ്രതിരോധം ഏറ്റവും കൂടുതൽ 40 വാട്ടിൻ്റെ ബൾബിനാണ്. അതുകൊണ്ട് തന്നെ ശ്രേണി രീതിയിൽ പവർ കുറഞ്ഞ ബൾബിൽ കൂടുതൽ പ്രതിരോധമുള്ളതുകൊണ്ട് കൂടുതൽ വോൾട്ടേജ് ആയിരിക്കും അതിലൂടെ പോകുന്നത്. അതുകൊണ്ട് 40 വാട്ടിൻ്റെ ബൾബിൻ്റെ പ്രകാശ തീവ്രത ഇവിടെ കൂടുകയും അതുപോലെ തന്നെ കുറഞ്ഞ പ്രതിരോധമുള്ള 100 വാട്ടിൻ്റെ ബൾബിൻ്റെ വോൾട്ടേജ് കുറയുകയും അതിൻ്റെ പ്രകാശ തീവ്രത കുറയുകയും ചെയ്യും. സർക്യൂട്ടിന് നമ്മൾ നൽകിയ വോൾട്ടേജ് 230 വോൾട്ടേജ് ആണെങ്കിലും ആ 230 വോൾട്ടേജ് ഈ 3 ബൾബുകൾ ഡിവൈഡ് ചെയ്തിട്ടാണ് മാറ്റുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എല്ലാ ബൾബുകളിലൂടെയും ഒരേ റേഞ്ച് തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇതാണ് ശ്രേണി രീതിയിൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്താൻ സാധിക്കും? ഇൻ സീരീസ് കണക്ഷൻ ബൾബ്സ് വിത്ത് ലെസ് പവർ or more resistance is glowing with more intensity. Bulbs with more power or less resistance is glowing with less intensity. അതായത് ശ്രേണി രീതിയിൽ പവർ കുറഞ്ഞ അല്ലെങ്കിൽ പ്രതിരോധം കൂടിയ ബൾബുകൾക്കായിരിക്കും തീവ്രത കൂടുതൽ. അതുപോലെ പവർ കൂടിയ ബൾബുകൾക്ക് അല്ലെങ്കിൽ പ്രതിരോധം കുറഞ്ഞ ബൾബുകൾക്ക് പ്രകാശ തീവ്രത കുറവും ആയിരിക്കും. When resistors are connected in series, effective resistance is the sum of individual resistances, that is R is equal to R1 plus R2 plus R3 plus etc. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ സഫല പ്രതിരോധം കൂടി വരികയാണ് ചെയ്യുക. അതുകൊണ്ട് പ്രതിരോധകങ്ങളുടെ മൂല്യങ്ങൾ കണ്ടുപിടിക്കാൻ R = R1 plus R2 plus R3 plus etc. എന്ന സമവാക്യത്തിലൂടെ നമുക്ക് സഫല പ്രതിരോധം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഇത് ഒരു സമവാക്യമായി നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം. ഉദാഹരണം, 2 ഓം, 4 ഓം, 6 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എങ്കിൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം എത്ര? If 2 ohm, 4 ohm, 6 ohm resistors are connected in series, find the effective resistance in the circuit. ഇവിടെ 3 പ്രതിരോധകങ്ങൾ ശ്രേണി ആയതുകൊണ്ട് ഇത് 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണോ കിട്ടുക അതാണ് ടോട്ടൽ റെസിസ്റ്റൻസ്. നാം പഠിച്ച സമവാക്യപ്രകാരം R = R1 plus R2 plus R3. So the answer is 12 ohm. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ശ്രേണി രീതിയുടെ പ്രത്യേകതകൾ നമുക്കൊന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാം. പ്രതിരോധകങ്ങളെ ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കൂടുന്നു, കറണ്ട് കുറയുന്നു, എല്ലാ ഉപകരണത്തിലൂടെയും ഒരേ കറണ്ട് പ്രവഹിക്കുന്നു,
വോൾട്ടേജ് വിവിധ ഉപകരണങ്ങൾക്കായി അവയുടെ പ്രതിരോധത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. സഫല വോൾട്ടേജ് വിവിധ ഉപകരണങ്ങൾക്ക് കിട്ടുന്ന വോൾട്ടേജുകളുടെ തുകയാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസിംഗ്, കറണ്ട് ഈസ് ഡിക്രീസിംഗ്, കറണ്ട് ഈസ് സെയിം ഫോർ ഓൾ ഡിവൈസസ്. Voltage is divided among various devices according to their resistance. Total voltage is the sum of individual voltages of devices. ഈ ഒരു അസൈൻമെൻറ്റ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയിൽ 6 വോൾട്ട് ബാറ്ററിയുമായി ബന്ധിപ്പിച്ചാൽ സർക്യൂട്ടിലെ കറണ്ട് കാണുക. നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓം നിയമ സമവാക്യം R സമം V/I. ഇതിൽ തന്നിരിക്കുന്ന ഡാറ്റ പ്രതിരോധകം തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ടാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട സമവാക്യം R സമം V/I എന്നതാണ്. അതിൽ I സമം V/R എന്നെഴുതാം. ഇതിലെ വോൾട്ടേജ് 6 വോൾട്ടാണ്. പിന്നെ റെസിസ്റ്റൻസ് ഇവിടെ തന്നിരിക്കുന്നത് ശ്രേണി രീതിയിലായതിനാൽ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. 4 + 2 6 ഓം എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ കറണ്ട് എങ്ങനെയായിരിക്കും കാണുക? I സമം V/R, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വോൾട്ട് ബൈ 6 ഓം ഈക്വൽ ടു 1 ആംപിയർ. പ്രതിരോധകങ്ങൾ ശ്രേണിയായി. സർക്യൂട്ട് പൂർത്തിയാകുമ്പോൾ സർക്യൂട്ടിൽ കറന്റ് പ്രവഹിക്കുന്നു. ബൾബ് നന്നായി പ്രകാശിക്കുന്നു അല്ലേ? സർക്യൂട്ടിൽ സെല്ലുകളുടെ എണ്ണം കൂടിയപ്പോൾ വോൾട്ടേജും കറന്റും കൂടി. അത് കാരണം ബൾബ് കൂടുതൽ നന്നായി പ്രകാശിക്കുന്നു. സർക്യൂട്ടിൽ സെല്ലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ വോൾട്ടേജും കറന്റും കുറഞ്ഞു. അത് കാരണം ബൾബിന്റെ പ്രകാശ തീവ്രത കുറഞ്ഞു അല്ലേ? സർക്യൂട്ടിൽ 5 ഓം പ്രതിരോധകം ഉൾപ്പെടുത്തിയപ്പോൾ സർക്യൂട്ടിൽ കറന്റ് കുറയുന്നു. ഇപ്പോൾ അമ്മീറ്റർ റീഡിംഗ് 1.8 ആംപിയർ അല്ലേ? അതായത് സർക്യൂട്ടിലെ കറന്റ് 1.8 ആംപിയർ ആണെന്നർത്ഥം. സർക്യൂട്ടിൽ 10 ഓം പ്രതിരോധകം കൂടി ശ്രേണിയായി ഉൾപ്പെടുത്തിയപ്പോൾ അമ്മീറ്റർ റീഡിംഗ് 0.6 ആംപിയർ. അതായത് സർക്യൂട്ടിലെ കറന്റ് 0.6 ആംപിയർ ആണ്. സർക്യൂട്ടിൽ കറന്റ് കുറയുന്നു. അതായത് പ്രതിരോധകങ്ങൾ ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നുവല്ലേ? 2 അമ്മീറ്ററിലും ഒരേ റീഡിംഗ് അല്ലേ? അതായത് ഇവിടെ എല്ലാ പ്രതിരോധകങ്ങളിലും ഒരേ കറന്റ് ഒഴുകുന്നു. സർക്യൂട്ടിൽ 30 ഓം പ്രതിരോധം കൂടി ശ്രേണിയായി ഉൾപ്പെടുത്തിയപ്പോൾ അമ്മീറ്റർ റീഡിംഗ് 0.2 ആംപിയർ അല്ലേ? അതായത് സർക്യൂട്ടിലെ കറന്റ് 0.2 ആംപിയർ ആണ്. സർക്യൂട്ടിൽ കറന്റ് വീണ്ടും കുറയുന്നു. പ്രതിരോധകങ്ങൾ ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കൂടുന്നുവല്ലേ? 3 അമ്മീറ്ററിലും ഒരേ റീഡിംഗ് അല്ലേ? അതായത് ഇവിടെ എല്ലാ പ്രതിരോധകങ്ങളിലും ഒരേ കറന്റ് ഒഴുകുന്നു. വോൾട്ട് മീറ്റർ റീഡിംഗുകൾ നോക്കൂ. അവയെല്ലാം വ്യത്യസ്തമല്ലേ? അതായത് റെസിസ്റ്ററുകൾ ശ്രേണീ രീതിയിലായിരുന്നാൽ വ്യത്യസ്ത പ്രതിരോധകങ്ങൾക്ക് വ്യത്യസ്ത പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കും. വോൾട്ട് മീറ്റർ റീഡിംഗുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമല്ലേ? ഉയർന്ന പ്രതിരോധമുള്ള പ്രതിരോധകത്തിന് കൂടിയ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നു. കുറഞ്ഞ പ്രതിരോധമുള്ള പ്രതിരോധകത്തിന് കുറഞ്ഞ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കുന്നു. സർക്യൂട്ടിലെ സഫല പ്രതിരോധം R-ഉം സർക്യൂട്ടിലെ കറന്റ് I-യുമാണെങ്കിൽ R1-ന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V1 = IR1. R2-വിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V2 = IR2. R3-ക്കു ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V3 = IR3. ആകെ വോൾട്ടേജ് V = IR. V = V1 + V2 + V3.
IR is equal to IR1 plus IR2 plus IR3. IR is equal to I into R1 plus R2 plus R3. R is equal to R1 plus R2 plus R3. സഫല പ്രതിരോധം R is equal to R1 plus R2 plus R3. വയറിന്റെ ഒരഗ്രം ഒരു ഹോൾഡറിലും മറ്റേ അഗ്രം മറ്റൊരു ഹോൾഡറിലുമായിരിക്കും. അങ്ങനെ ഘടിപ്പിക്കുന്ന രീതിക്കാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. അതായത് ശ്രേണി രീതി എന്ന് പറയുമ്പോൾ ഒരു വയറിന്റെ ഒരറ്റം ഒരു ഹോൾഡറിലും മറ്റേ അറ്റം വേറൊരു ഹോൾഡറിലുമായിരിക്കും. അങ്ങനെ തുടർച്ചയായി ഘടിപ്പിക്കുന്ന രീതിക്കാണ് ശ്രേണി രീതി എന്ന് പറയുന്നത്. അതായത് ബൾബുകൾ അങ്ങനെയായിരിക്കും ഘടിപ്പിക്കുന്നത്. അതായത് ഒരു വയറിന്റെ ഒരറ്റം ഒരു ബൾബിലും മറ്റേ അറ്റം വേറൊരു ബൾബിലുമായിരിക്കും ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്നത്. ഏകദേശം റെഡിയായി കഴിഞ്ഞു. 40 വാട്ടിന്റെ ബൾബാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇനി പവർ സപ്ലൈയിൽ നമ്മളിത് കൊടുക്കണം. AC-യിലാണ് ഈ പരീക്ഷണം ചെയ്യുന്നത്. 230 വോൾട്ടിലാണ് AC വൈദ്യുതി എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ലഭിക്കുന്ന വൈദ്യുതി 230 വോൾട്ടിലാണ്. സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. എല്ലാ ബൾബുകളും പ്രകാശിച്ചു അല്ലെ? തുല്യമായ പ്രകാശ തീവ്രതയാണ്. 3 ബൾബുകൾക്കും തുല്യമായ പ്രകാശ തീവ്രതയാണ്. ഈ വയറിന്റെ ക്രമീകരണം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ശ്രേണി രീതിയിലാണ്. 3 ബൾബുകളും തുല്യമായ പ്രകാശമാണ് പുറത്തുവിടുന്നത്. 40 വാട്ടിന്റെ ബൾബാണ്. തുല്യമായ പ്രകാശമാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു ബൾബ് ഒന്ന് ഊരി നോക്കാം. ആദ്യത്തെ ബൾബ് ഊരി നോക്കാം. അതാ, എല്ലാ ബൾബുകളും അണഞ്ഞുപോയി. ഒരു ബൾബുകളും പ്രകാശിക്കുന്നില്ല അല്ലെ? ഏതെങ്കിലും ഒരു ബൾബ് ഊരുന്ന സമയത്ത് എല്ലാ ബൾബുകളും അണഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ശ്രേണി രീതിയുടെ ഒരു പ്രത്യേകത. അടുത്തതായി ഇതൊരു 100 വാട്ടിന്റെ ബൾബാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. 100 വാട്ടിന്റെ ഒരു ബൾബാണത്. യെസ്, 100 വാട്ടിന്റെ ബൾബാണ്. അടുത്തത് 60 വാട്ടിന്റെ ഒരു ബൾബാണ്. സൂക്ഷിച്ചു നോക്കുക, 60 വാട്ടാണ്. അതെ, 60 വാട്ടിന്റെ ബൾബാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അടുത്ത പരീക്ഷണത്തിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 40 വാട്ടിന്റെ 2 ബൾബുകൾ മാറ്റിയിട്ട് അവിടെ ഒരു 60 വാട്ടിന്റെയും ഒരു 100 വാട്ടിന്റെയും ബൾബ് കണക്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ സർക്യൂട്ടിൽ 40 വാട്ടിന്റെയും 60 വാട്ടിന്റെയും 100 വാട്ടിന്റെയും ഓരോ ബൾബുകളാണ് ഇപ്പോൾ സർക്യൂട്ടിൽ ഉള്ളത്. യെസ്, സ്വിച്ച് ഓൺ ആക്കിയിരിക്കുന്നു. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കുക. ആദ്യത്തേത് 100 വാട്ടിന്റെ ബൾബാണ്. അതിന്റെ പ്രകാശ തീവ്രത വളരെ ചെറുതാണ്. അത് പ്രകാശിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു ടോർച്ച് അടിച്ച് നോക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. രണ്ടാമത്തേത് 60 വാട്ടിന്റേതാണ്. അത് പിന്നെയും പ്രകാശിക്കുന്നുണ്ട്, കുഴപ്പമില്ല അല്ലെ? 40 വാട്ടിന്റെ അവസാനത്തെ മൂന്നാമത്തെ ബൾബ് 40 വാട്ടിന്റേതാണ്. അത് നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്. നൂറ് വാട്ടിന്റെ ബൾബ് ഒരു വളരെ വളരെ അതിന്റെ ഫിലമെന്റ് മാത്രമേ കാണുന്നുള്ളൂ. ഫിലമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ടോർച്ച് അടിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. വളരെ കുറച്ച് പ്രകാശം മാത്രമേ അത് പുറത്തു വിടുന്നുള്ളൂ. അടുത്തതായിട്ട് 60 വാട്ടിന്റെ ബൾബ്. 60 വാട്ടിന്റെ ബൾബ് പിന്നെയും കുറച്ചുകൂടെ പ്രകാശിക്കുന്നുണ്ട്, എന്നാലും വളരെ കുറവാണത്. ഇനി അടുത്തത് 40 വാട്ടിന്റെ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. അത്യാവശ്യം പ്രകാശ തീവ്രതയൊക്കെ അതിനുണ്ട്. അതായത് ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചപ്പോൾ 100 വാട്ടിന്റെ ബൾബ് വളരെ പ്രകാശ തീവ്രത കുറഞ്ഞു.
60 വാട്ടിന്റെ ബൾബ് കുറച്ചുകൂടി പ്രകാശ തീവ്രത കൂടിയും 40 വാട്ടിന്റെ ബൾബ് വളരെ പ്രകാശ തീവ്രത കൂടിയുമാണ് പ്രകാശിച്ചത്.